واصطبر عليها لا نسألك رزقا അല്ലാഹു പറയുന്ന ഈ സദസ്സിലിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരോട് ഉമ്മമാരോട് അല്ലാഹുവാണ് പറയുന്നത്, ഖുർആനാണ് പറയുന്നത്, സൂറത്തു ത്വാഹയാണ് പറയുന്നത്. വാപ്പാ, നീയും നിന്റെ ഭാര്യയും നിന്റെ മക്കളും 5 വഖത്ത് നമസ്കരിച്ചാൽ മരിക്കുന്ന കാലം വരെ ഭക്ഷണം തരാമെന്ന് പടച്ചുറപ്പാണ് പറയുന്നത്. ഒരിക്കലും നീ പേടിക്കണ്ട. ആരുടെ വീടിന്റെ അകത്ത് പട്ടിണി ഉണ്ടായാലും നിന്റെ വീടിന്റെ അകത്ത് പട്ടിണിയില്ല. സാക്ഷാൽ അംബാനിയുടെ വീടിന്റെ അകത്ത് പട്ടിണി ഉണ്ടായാലും ഈ നാട്ടിലെ നിന്റെ കൂരയ്ക്കകത്ത് ഒരിക്കലും മന്നം മുടങ്ങൂല. ഒരുത്തന്റെ മുന്നിലും കൈനീട്ടി യാചിക്കാ പോകണ്ട. രണ്ടാമത്തെ പ്രതിഫലമെന്താ? വല്ലാഖിബത്തു ലിത്തഖ്വാ. അല്ലാഹു ഓഫർ ചെയ്യുന്നത്, അല്ലാഹുവാണ് തരാമെന്ന് പറയുന്നത്. നല്ല മരണം വേണോടാ ചെറുപ്പക്കാരാ, നല്ല മരണം വേണോ വാപ്പാ? നിന്റെ ജീവിതത്തിലെ വലിയ ഒരു മോഹമല്ലോ മരിക്കുന്ന സമയത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഷഹാദത്ത് കലിമ പറഞ്ഞു മരിക്കണമെന്ന് നിനക്ക് വല്ലാത്ത കൊതിയല്ലോ. എങ്കിൽ അല്ലാഹു പറയുകയാ, ഞാൻ തരാൻ നല്ല മരണം, ഞാൻ തരാൻ നല്ല മരണം. ആർക്കാണ് വേണ്ടത്? ഞാൻ തരാം. വല്ലാഖിബത്തു ലിത്തഖ്വാ. നമസ്കരിക്കുന്നവർക്ക് നല്ല മരണം തരാമെന്ന് പടച്ചുറപ്പ് ഓഫർ ചെയ്യുമ്പോ സഹോദരാ, നമസ്കരിക്കടാ. നിന്റെ ഭാര്യയെ കൊണ്ട് നമസ്കരിപ്പിക്കൂ, നിന്റെ മക്കളെ കൊണ്ട് നമസ്കരിപ്പിക്കൂ, നിന്റെ കുടുംബം നമസ്കരിക്കുന്ന കുടുംബമാവ്, നിന്റെ വീട് നിസ്കാരമുള്ള വീടാകൂ. അങ്ങനെ അല്ലാഹു മരിക്കുന്നത് വരെ നിനക്ക് ഭക്ഷണം തരുമെന്ന് ഖുർആൻ പറയുമ്പോ എന്റെ പ്രിയമുള്ളവര്, നിസ്കാരത്തിന്റെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്യാൻ പാടില്ല. ഒരുപാട് നിസ്കാരം മുടക്കിയവരാണ്, ഒരുപാട് നിസ്കാരങ്ങൾ ജീവിതത്തിൽ കളഞ്ഞവരാണ്. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരോട് പറയുകയാണ്, 2020 കിടന്നു വന്നു. പടച്ചവനെ, ഒരു കൊല്ലം കൂടെ കബറിലേക്ക് എടുത്തു, ഒരു കൊല്ലം കൂടെ മരണത്തിലേക്ക് എടുത്തു. നിന്റെ ആയുസിൽ നിന്ന് ഒരു കൊല്ലമാണ് പൊഴിഞ്ഞു വീണത്. അതുകൊണ്ട് പടച്ചവനെ, ഇന്നലെ വരെ നടന്നതുപോലെയല്ല, ഇനിയൊരു പുതിയ ജീവിതമല്ലോ, ഇനിയൊരു പുതിയ ജീവിതമല്ലോ. ഒരു വയസ്സുകൂടെ നിനക്ക് കൂടിയല്ലോ, നിനക്ക് പക്വത വന്നല്ലോ, അല്ലാഹുവിലേക്ക് അടുക്കാൻ സമയമായല്ലോ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, ജീവിതത്തിൽ മാറ്റം വരുത്തൂ. 5 നേരം അല്ലാഹുവിന്റെ പള്ളിയിലേക്ക് ജമാഅത്തായി നമസ്കരിക്കാൻ കടന്നു പോകൂ. അതിന് വല്ലാത്ത പ്രതിഫലമാണല്ലോ, അതിന് വല്ലാത്ത പ്രതിഫലമാണല്ലോ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളോട് സഹോദരിമാരോട്, നിസ്കാരപ്പായിലിരുന്ന് ദുആ ചെയ്താൽ അല്ലാഹു സ്വീകരിക്കുമല്ലോ. മുസ്ലിമീങ്ങളെ വല്ലാത്ത പേടിയിലാണ്. പടച്ചവനെ, നമ്മുടെ രാജ്യത്തിന്റെ പല സംസ്ഥാനങ്ങളിലും മൊബൈലിലൊക്കെ കണ്ടോ പട്ടിയെ തല്ലുന്നത് പോലെ. അല്ലാഹുവേ, കണ്ടാ കണ്ണ് നിറഞ്ഞു പോകുന്ന രംഗങ്ങളാണല്ലോ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരോട് പറയുകയാ, 5 നേരം നിസ്കരിച്ചിട്ട് നിന്റെ കൂടപ്പറപ്പുകൾക്ക് വേണ്ടി നീ ദുആ ചെയ്യണേ. അത് യുപിയിൽ കിടക്കുന്നവരാണെങ്കിലും, ഉത്തർപ്രദേശിൽ കിടക്കുന്നവരാണെങ്കിലും, ആസാമിൽ കിടക്കുന്നവരാണെങ്കിലും, അല്ലാഹുവേ കേരളത്തിൽ കിടക്കുന്നവരാണെങ്കിലും, ഇന്നമൽ മുഅ്മിനൂന ഇഖ്വാ, മുസ്ലിമീങ്ങൾ കൂടപ്പറപ്പുകളാ. അതുകൊണ്ട് 5 വഖത്ത് നിസ്കരിച്ചിട്ട് നിസ്കാരപ്പായിരുന്നിട്ട് പടച്ചറപ്പിനോട് ഈ ഉമ്മത്തിന് വേണ്ടി ദുആ ചെയ്യൂ. അല്ലാഹുവിന്റെ സഹായം കിട്ടാ ദുആ ചെയ്യൂ. അല്ലാതെ പേപ്പർ എനിക്കുണ്ടെന്ന് കരുതിയിട്ട് നീ രക്ഷപ്പെട്ടെന്ന് കരുതല്ലേ. രേഖകളുള്ളവൻ രക്ഷപ്പെട്ടു എന്ന് കരുതരുത്. തന്റെ കൂടപ്പറപ്പ് ഒന്നുമില്ലാതെ പിടയുന്ന സമയത്ത് അവന്റെ കൈപിടിക്കാൻ കഴിഞ്ഞില്ലെങ്കിലോ ഏറ്റവും വലിയ നഷ്ടവാളിനിയായി പോകും ചെറുപ്പക്കാരാ. അതുകൊണ്ട് നമ്മൾ ഒത്തൊരുമയോടുകൂടി നിൽക്കേണ്ട സമയമാണ്, നമ്മൾ ഒരുമിക്കേണ്ട സമയമാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, അല്ലാഹു ഒരുപാട് പ്രതിഫലം ഓഫർ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നാളെ നടക്കുന്ന പ്രതിഷേധത്തില് എന്റെ പ്രിയമുള്ളവരെ മുസ്ലിമേ പങ്കെടുക്കാൻ മറക്കരുത് ചെറുപ്പക്കാരാ.